ഞാൻ അസ്ന. ഞാൻ കഴിഞ്ഞ 3 മാസമായിട്ട് ഇപ്പോൾ ജപ്പാനിലിവിടെ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആയിട്ട് വർക്ക് ചെയ്യാണ്. ഈ ഇടയായിട്ട് ജപ്പാനിലോട്ട് വരുന്ന ആളുകളുടെ എണ്ണം വളരെയധികം കൂടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടെ ബെറ്റർ സ്റ്റഡീസിനാണെങ്കിലും അല്ലെങ്കിൽ വർക്കിംഗ് ഓപ്പർച്യൂണിറ്റീസിനാണെങ്കിലും ഒരു ബെറ്റർ ലൈഫ് സ്റ്റൈലിന് വേണ്ടിയിട്ടാണെങ്കിലും ആളുകൾക്ക് ജപ്പാനിലോട്ട് വരാനുള്ള ടെൻഡൻസി വളരെയധികം കൂടിക്കൊണ്ടിരിക്കുന്നുണ്ട്. കാരണങ്ങൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപാട് കാരണങ്ങളുണ്ട്. കാരണം കഴിഞ്ഞ 15 വർഷമായിട്ട് ജപ്പാൻ എന്ന് പറയുന്നത് വേൾഡിലെ തന്നെ സേഫസ്റ്റ് കൺട്രീസിൽ ടോപ്പ് 10 കൺട്രീസിൽ 15 വർഷമായിട്ട് കണ്ടിന്യൂസ്ലി ഉള്ള ഒരു കൺട്രിയാണ്. പിന്നെ അതുപോലെ തന്നെ ഏഷ്യയിലെ തന്നെ ഏറ്റവും ക്ലീനസ്റ്റ് കൺട്രിയാണ് ജപ്പാൻ എന്ന് പറയുന്നത്. പിന്നെ ഹെൽത്തി ഹാബിറ്റ്സും ഒക്കെ കാരണം, അതുപോലെ തന്നെ ഫുഡ് ഹാബിറ്റ്സും ഒക്കെ ഹെൽത്തി ആവുന്നത് കാരണം ഈ ലോകത്തിലെ തന്നെ ഏറ്റവും കൂടുതൽ ആയുസ്സുള്ള ജനവിഭാഗങ്ങളായിട്ട് കണക്കാക്കുന്നതും ജപ്പാൻകാരെയാണ്. അങ്ങനെ ഒട്ടനവധി റീസൺസ് ആണ് എല്ലാവർക്കും ജപ്പാനിൽ വരാൻ വേണ്ടിയിട്ട്. മാത്രമല്ല ഇപ്പോൾ ഈ ഇടയായിട്ട് അതുകൊണ്ട് തന്നെ എൻ്റെ കമൻറ്റ് ബോക്സിൽ എനിക്ക് ഒരുപാട് കമൻറ്റ്സ് വരുന്നുണ്ട്. ജപ്പാനിലെ ജീവിത ചെലവുകൾ എങ്ങനെയാണ്, അതുപോലെ തന്നെ ഒരു മാസം ജീവിച്ചു പോകാൻ എത്ര ചെലവ് വരും, മാത്രമല്ല ഒരു ഏറ്റവും കോമൺ ആയിട്ട് നമ്മൾ വാങ്ങുന്ന സാധനങ്ങൾക്കൊക്കെ ഇവിടെ എത്രയാണ് റേറ്റ് എന്നൊക്കെ ചോദിച്ചിട്ട് ഒരുപാട് മെസ്സേജസും കമൻസും ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ അതിനെല്ലാം ഉള്ളൊരു ആൻസറാണ് ഈ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. മാത്രമല്ല ഒരു കാര്യം കൂടെ ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. അതായത് കഴിഞ്ഞ സൺഡേ ഞാൻ എൻ്റെ ഗ്രോസറി ഷോപ്പിങ്ങിന് പോയ സമയത്ത് നമുക്ക് ഏറ്റവും വീട്ടിലോട്ട് അത്യാവശ്യമായിട്ടുള്ള സാധനങ്ങൾ, അതായത് ഏറ്റവും ബേസിക് ആയിട്ടുള്ള സാധനങ്ങളുടെ ജപ്പാനിലെ റേറ്റും ഞാൻ അതിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ അത് കാണേണ്ടവർക്ക് ആ ഒരു ഏരിയയും കൂടെ ലാസ്റ്റ് വീഡിയോൻ്റെ അറ്റ് ദ എൻഡ് കൊടുക്കുന്നുണ്ട്, അത് കാണാം. പിന്നെ ഒരു കാര്യം കൂടെ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ജപ്പാനിൽ ജോബ് കിട്ടുക എന്നുള്ളത് മാത്രമല്ല ഇവിടുത്തെ ഏറ്റവും എൻ പോയിന്റ് എന്ന് പറയുന്നത്. കാരണം ഇവിടെ നമ്മളൊരു ജോലി കിട്ടുമ്പോൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇവിടുത്തെ സാലറി പാക്കേജ് ആണ്. കാരണം ഇവിടുത്തെ മണീൻ്റെ വാല്യൂവും നമ്മുടെ നാട്ടിലെ മണിയുടെ വാല്യൂവും ഒരുപാട് ഡിഫറൻസ് ഉണ്ട്. അത് നിങ്ങൾ ഗൂഗിൾ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവും. അതുകൊണ്ട് നല്ലൊരു സാലറി പാക്കേജ് കിട്ടിക്കഴിഞ്ഞാൽ മാത്രമാണ് ജപ്പാനത്തെ ജോബ് നമ്മൾ സ്വീകരിക്കാവൂ. അല്ലാണ്ട് ജപ്പാനാണ് അതുകൊണ്ട് ഇങ്ങോട്ട് വരണം എന്നുള്ള രീതിയിൽ അല്ല നമ്മൾ നോക്കേണ്ടത്. കാരണം നമുക്ക് നമ്മളുടെ ഫൈനൽ എയിം എന്ന് പറയുന്നത് എന്താണ്? നാട്ടിൽ നമുക്ക് സേവിങ്സ് ഉണ്ടാക്കണം, അല്ലെങ്കിൽ നാട്ടിൽ നമുക്ക് പൈസ അയച്ചു കൊടുക്കണം, അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ എൻ്റെ ഈ ഒരു ചെറിയ ഒരു 3 മാസത്തെ എക്സ്പീരിയൻസിൽ നിന്ന് ഞാൻ പഠിച്ച കുറച്ച് കാര്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ ഞാൻ ഷെയർ ചെയ്യുന്നത്. മാത്രമല്ല എൻ്റെ ഒരു മന്തിലെ ചെലവുകൾ എത്രയാണെന്നും അതുപോലെ തന്നെ എത്ര സാലറി റേഞ്ചിൽ നമുക്ക് ഇവിടുത്തെ ജോബ് ഓഫർ സ്വീകരിക്കാമെന്നും കൂടിയാണ് ഈ വീഡിയോയിൽ ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആദ്യം തന്നെ നമ്മളൊരു കൺട്രിയിലോട്ട് വരുമ്പോൾ ഏറ്റവും ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മുടെ റൂം റെൻ്റ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഞാനിവിടെ താമസിക്കുന്നത് ഒരു 1 BHK അപ്പാർട്ട്മെൻറ്റിലാണ്. ഇവിടെ ഒരു കിച്ചൺ ഉണ്ട്, പിന്നെ വാഷ്റൂം ഉണ്ട്, ടോയ്ലറ്റ് ഉണ്ട്, പിന്നെ ഇങ്ങനൊരു ബെഡ്റൂമായിട്ടാണ് എൻ്റെ ഈ റൂം വരുന്നത്. അപ്പോൾ ഈ റൂമിന് ഞാൻ പേ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ റൂമിൻ്റെ റെൻറ്റിൻ്റെ ഹാഫ് പേ ചെയ്യുന്നത് കമ്പനിയും ഹാഫ് പേ ചെയ്യുന്നത് ഞാനുമാണ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ റെൻ്റായിട്ട് വരുന്നത് 43,000 yen ആണ്. ഓക്കെ, ഞാനിവിടെ പറയുന്നതൊക്കെ എന്നിൽ ആയിരിക്കും. ഓക്കെ, അപ്പോൾ 43,000 yen എന്ന് പറയുമ്പോൾ നാട്ടിലൊരു 20-25,000 ഇടയിലുള്ള ഒരു റേറ്റ് ആയിട്ടാണ് വരാം. ഓക്കെ, അപ്പോൾ ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ജപ്പാനിൽ ഒരു വലിയൊരു സിറ്റി സൈഡിലല്ല താമസിക്കുന്നത്, കുറച്ചൊരു കൺട്രി സൈഡാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ ഈ ഒരു റേഞ്ചിൽ നമുക്ക് നല്ല റൂം, അത്യാവശ്യം നല്ല റൂം, ഒരു കാണാനൊക്കെ നല്ല ഭംഗിയുള്ള റൂം തന്നെയാണ് കിട്ടുക. പക്ഷേ ഇനിയിപ്പോൾ ടോക്കിയോ അല്ലെങ്കിൽ ഒസാക്ക അങ്ങനെയുള്ള നല്ല വലിയ വലിയ സിറ്റീസിലാണ് നമ്മൾ താമസിക്കുന്നതെങ്കിൽ ആ റേഞ്ച് കൂടും കേട്ടോ. അതായത് ഒരു 80,000 70,000 ഒക്കെ റേഞ്ചിലായിരിക്കും, നമുക്ക് എന്നിൻ്റെ റേഞ്ചിലായിരിക്കും നമുക്ക് റൂം കിട്ടുന്നുണ്ടാവുക. പക്ഷേ നമ്മളിങ്ങനെ മാത്രമല്ല, അപ്പോൾ ആൾക്കാർ മെയിൻലി ചെയ്യാറുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം സിറ്റിയിലാണ് കമ്പനി അല്ലെങ്കിൽ വർക്ക് ചെയ്യുന്ന സ്ഥലം എന്നുണ്ടെങ്കിൽ കുറച്ച് ഒരു 1 hour ഡിസ്റ്റൻസിൽ അല്ലെങ്കിൽ 45 മിനിറ്റ് ഡിസ്റ്റൻസിലുള്ള സ്ഥലങ്ങളിലോട്ട് പോകും. ഓക്കെ, കുറച്ച് ഉള്ളറായിട്ട്, അതായത് സിറ്റീൻ്റെ ഔട്ടർ ഏരിയയിലോട്ട് പോകും. എന്നിട്ട് അവിടെയാണ് അവർ റെൻറ്റിന് റൂം എടുക്കാറ്. അപ്പോൾ നമുക്ക് കുറച്ചൊന്ന് കുറഞ്ഞ് കിട്ടും. ഓക്കെ, ഇപ്പോൾ നമുക്കിവിടെ റെൻറ്റിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ പല ഫാക്ടേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്യും. ഒന്നെന്ന് പറയുന്നത് ഫസ്റ്റ് ഓഫ് ഓൾ സ്ഥലത്തിനെ ബേസ് ചെയ്തിട്ടാണ്. ഇപ്പം ഞാൻ പറഞ്ഞല്ലോ അത്. രണ്ടെന്ന് പറയുന്നത് ബിൽഡിംഗ് എത്രത്തോളം പുതിയതാണ് അതിനെ ബേസ് ചെയ്തിട്ടും റെന്റ് കൂടും കുറയൊക്കെ ചെയ്യാം. ഓക്കെ, പുതിയതാകുമ്പോൾ കൂടും, പഴയതാകുമ്പോൾ കുറയും. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ സിറ്റിയിലൊക്കെ ടോക്കിയോയിലൊക്കെ പോവുകയാണെങ്കിൽ നമ്മുടെ അടുത്ത് കമ്മ്യൂട്ടേഷൻ ഈസി ആവുന്നതിനനുസരിച്ച് നമുക്ക് റെന്റ് കൂടും. ഓക്കെ, അപ്പോൾ അതൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ട് വേണം നമ്മളിവിടെ സ്റ്റേ ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷേ ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കുക, റെന്റ് കൂടുതലാണ് എന്നുള്ള കാര്യം മാറ്റി നിർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട്
ബദലായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അതായത് കുറേ പാസസ് ഉണ്ട്. അപ്പോൾ മന്ത്ലി പാസ് ഒക്കെ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളുടെ കമ്മ്യൂട്ടേഷൻ ഇത്തിരി എക്സ്പെൻസീവ് ആണെങ്കിൽ കൂടെ, അതായത് കുറച്ച് ഔട്ടർ പോകുമ്പോൾ എക്സ്പെൻസീവ് ആണെങ്കിൽ കൂടെ പാസ് ഒക്കെ എടുക്കുമ്പോൾ നമുക്കത് കുറച്ച് കുറയും. പിന്നെ സൈക്കിളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ച് കുറക്കാം. പിന്നെ വാക്കിംഗ് ഒക്കെ ആണെങ്കിൽ നമുക്ക് നമ്മുടെ ആ എക്സ്പെൻസ് ഒക്കെ കുറക്കാം. അപ്പോൾ കൺട്രിയുടെ സിറ്റിയുടെ കുറച്ച് ഔട്ടറായിട്ട് നമ്മൾ മാക്സിമം ഇപ്പോൾ സിറ്റിയിലാണ് നമ്മുടെ ഓഫീസെങ്കിൽ കുറച്ചെടുക്കാൻ വേണ്ടി ട്രൈ ചെയ്യുക. അപ്പോൾ നമ്മളുടെ റെൻറ്റ് കുറച്ചൊക്കെ ഒരു അത്യാവശ്യമൊക്കെ നല്ല രീതിയിൽ കുറയുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് റൂം റെന്റിന്റെ കാര്യം പറയാനുള്ളത്. അപ്പോൾ അടുത്തൊരു ഫാക്ടറാണ് യൂട്ടിലിറ്റീസ് എന്ന് പറയുന്നത്. അപ്പോൾ യൂട്ടിലിറ്റീസ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ വാട്ടർ ബില്ല്, ഇലക്ട്രിസിറ്റി ബില്ല്, അതുപോലെ തന്നെ ഗ്യാസിൻ്റെ ബില്ല്, പിന്നെ ഞാനിപ്പോൾ ഇൻ്റർനെറ്റ് യൂസ് ചെയ്യുന്നതിൻ്റെ, അപ്പോൾ അതിൻ്റെ ബില്ലിൻ്റെ കാര്യങ്ങളൊക്കെയാണ് പറയാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ഇലക്ട്രിസിറ്റി ബില്ല്. അപ്പോൾ എനിക്ക് ഒരു മാസം വരുന്ന ഇലക്ട്രിസിറ്റി ബില്ല് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 2500-3000 ഉള്ളിലാണ് വരുന്നത്. അപ്പോൾ ഇവിടെ ഫ്രിഡ്ജ് ഉണ്ട്, വാഷിംഗ് മെഷീൻ ഉണ്ട്, അങ്ങനെ എല്ലാ ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ഇതിൻ്റെ അകത്തുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മളിപ്പോൾ വിൻ്റർ സീസണാണ്, അതുകൊണ്ട് തന്നെ ഇപ്പോൾ നന്നായിട്ട് ഹീറ്റർ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊക്കെ യൂസ് ചെയ്തിട്ടും അത്യാവശ്യം ആ ഒരു റേഞ്ചിൽ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 3500-4000 ഇടയിലാണ് എൻ്റെ കറണ്ട് ബില്ല് വരാറുള്ളത്. കറണ്ട് ബില്ല് നമുക്ക് എല്ലാ മാസവും വരും കേട്ടോ. പക്ഷേ വാട്ടർ ബില്ല് വരുന്നത് 2 മാസം കൂടുമ്പോഴാണ്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഫിക്സഡ് റേറ്റ് ആണ്. അതായത് എപ്പോഴും ഇപ്പോൾ ഇവിടെ എല്ലാവർക്കും, ഇപ്പോൾ എൻ്റെ കൂടെ ഉള്ളവർക്ക് എല്ലാവർക്കും ഒരു സെയിം റേറ്റ് ആണ് വാട്ടർ ബില്ല് വരുന്നത്. അതായത് 4500 Yen അതാണ് വരുന്നത്. അപ്പോൾ ഞാനിപ്പോൾ പറയുന്നൊക്കെ എന്നിലാണ് കേട്ടോ, ഒന്ന് ശ്രദ്ധിക്കണം. അപ്പോൾ 2 മാസം കൂടുമ്പോൾ മാത്രം നമ്മൾ വാട്ടർ ബില്ല് കൊടുത്താൽ മതി. അപ്പോൾ 4500 അതിന് പോകുന്നത്. പിന്നെ വരുന്നത് നമ്മുടെ ഗ്യാസ് ബില്ലാണ്. ഗ്യാസ് ബില്ല് എന്ന് പറയുമ്പോഴത്തേക്ക് ഇപ്പം ചില ആളുകൾ വീട്ടിൽ വല്ലാണ്ട് കുക്ക് ചെയ്യാത്തവരായിരിക്കും, അവർക്ക് എന്തായാലും ഗ്യാസ് ബില്ല് കുറച്ച് കുറയും. ഓക്കെ, പക്ഷെ എന്നെ സംബന്ധിച്ച് ഞാൻ പുറത്തുനിന്നൊക്കെ കഴിക്കാറുണ്ടെങ്കിലും വീട്ടിൽ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കുക്ക് ചെയ്യുന്ന ആളാണ് ഞാൻ. അപ്പോൾ എല്ലാ നേരം ഞാൻ കുക്ക് ചെയ്യും, പിന്നെ അത്യാവശ്യം എല്ലാ ഐറ്റംസ് ഉണ്ടാക്കിയിട്ട് ഞാൻ നന്നായിട്ട് ഉണ്ടാക്കി കഴിക്കുന്ന ആൾ. അതുകൊണ്ട് എനിക്ക് ഗ്യാസ് ബില്ല് ഒരു 3500, അതും ഒരു 4000 ഉള്ളിലൊക്കെ ആയിട്ടാണ് ഗ്യാസ് ബില്ലും വരുന്നത്. പിന്നെ മാത്രമല്ല ഇപ്പോൾ വിൻ്റർ സീസൺ ആയതുകൊണ്ട് തന്നെ നമ്മൾ കുളിക്കുമ്പോൾ ഹീറ്റർ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഹീറ്ററിൻ്റെ പ്രൈസും വരുന്നത് ഗ്യാസ് ബില്ലിലാണ്. അപ്പോൾ ഇതെല്ലാം കൂടെ ഒരു 3500-4000 Yen ഉള്ളിലാണ് എൻ്റെ ഗ്യാസ് ബില്ലും വരുന്നത്. ഓക്കെ, പിന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന ഇൻ്റർനെറ്റാണ്. അതായത് ഇവിടെ ഇപ്പം എല്ലാ ഫ്ലാറ്റ്സിലും ഫ്രീ വൈഫൈ ഉണ്ട്. അപ്പോൾ റൂമിലിരിക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ ഓൾറെഡി ഫോണിലത്തെ റീചാർജ് ചെയ്തതിൻ്റെ ആവശ്യമൊന്നുമില്ല, ഈ വൈഫൈ വെച്ചിട്ട് തന്നെ നമുക്ക് വർക്ക് ചെയ്യാം. പക്ഷെ പുറത്തോട്ട് ഇറങ്ങുമ്പോൾ എന്തായാലും നമുക്ക് ഫോണിൽ അത്യാവശ്യം റീചാർജ് ചെയ്തേ പറ്റൂ. അപ്പോൾ ഇവിടെ ഇപ്പം നമ്മുടെ നാട്ടിൽ എയർടെൽ, മറ്റേ വോഡോഫോൺ അങ്ങനെയൊക്കെ ഉള്ള പോലെ തന്നെ ഇവിടെയും ഒരുപാട് കമ്പനീസ് ഉണ്ട്. AU, ഡൊക്കോമോ, രാക്കുത്തൻ എന്നൊക്കെ പറയുന്ന ഒരുപാട് കമ്പനീസ് ഉണ്ട്. ഇതിൽ ഏറ്റവും ചീപ്പ് രാക്കുത്തനാണ്. ഞാൻ രാക്കുത്തനാണ് എടുത്തിട്ടുള്ളത്. പിന്നെ നാട്ടിലുള്ള പോലെ തന്നെ ഒരുപാട് ഡിഫറെൻറ്റ് പാക്കേജസ് ഉണ്ട്. ഓക്കെ, ഞാൻ എടുത്തിട്ടുള്ളത് ഒരു മാസം 3 GB കിട്ടുന്ന ഒരു പാക്കേജാണ്. അപ്പോൾ ഈ പാക്കേജ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ നാട്ടിൽ ഡെയിലി നമുക്ക് 2 GB ഒക്കെ കിട്ടും. പക്ഷെ ഇവിടെ അതല്ല, ഒരു മാസത്തേക്ക് 3 GB ആണ്. അതിന് വെറും 1000 Yen വരുന്നത്. നമുക്ക് പക്ഷെ അത്ര ആവശ്യം വരുന്നുള്ളൂ, കാരണം പുറത്തിറങ്ങുമ്പോഴൊക്കെ എല്ലായിടത്തും വൈഫൈ ഉണ്ട്. പിന്നെ നമുക്കിവിടെ റൂമിലാണെങ്കിലും വൈഫൈ ഉണ്ട്. പിന്നെ ഒരു സേഫ്റ്റിക്ക് വേണ്ടി മാത്രം നമ്മൾ ഫോൺ റീചാർജ് ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഒരു 1000 Yen മാത്രമാണ് മാസം എനിക്ക് ഇൻ്റർനെറ്റിന് വേണ്ടി പോകുന്നത്. അപ്പോൾ ഈ യൂട്ടിലിറ്റീസിൻ്റെ മൊത്തം ഒരു എക്സ്പെൻസ് നോക്കുകയാണെങ്കിൽ ഒരു മാസം ഏകദേശം ഒരു 12,000 അല്ലെങ്കിൽ ഒരു 11, 12, 13 Yen ഉള്ളിൽ ഈ യൂട്ടിലിറ്റീസിൻ്റെ കാര്യങ്ങളും എക്സ്പെൻസൊക്കെ തീരും കേട്ടോ. പിന്നെ വാട്ടർ ബില്ല് ഓൾറെഡി ഞാൻ പറഞ്ഞു 2 മാസം കൂടുമ്പോഴേ നമുക്ക് കിട്ടുള്ളൂ. ഒരു ഫിക്സഡ് ആണ് 4500 Yen. ഓക്കെ, അപ്പോൾ ഇതാണ് യൂട്ടിലിറ്റീസിനെ പറ്റി പറയാനാണെങ്കിൽ. അപ്പോൾ ഇനി അടുത്ത് നമുക്ക് ഇവിടുത്തെ കമ്മ്യൂട്ടേഷൻ എക്സ്പെൻസസ് എങ്ങനെയാണ് വരുന്നത് നോക്കാം. ഇപ്പോൾ എന്നെ സംബന്ധിച്ചാണെങ്കിൽ എൻ്റെ റൂമിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് എൻ്റെ ഓഫീസ് വരുന്നത്. അതുകൊണ്ട് ഞാൻ നടന്നിട്ടാണ് പോവാറ്. ഓക്കെ, പക്ഷേ ഇനിയിപ്പോൾ നടന്നിട്ട് പോവാത്തവരാണ്, അല്ലെങ്കിൽ വണ്ടിയിൽ പോകണം എന്നുള്ളവരാണെന്നുണ്ടെങ്കിൽ ചില കമ്പനീസിലൊക്കെ ഈ കമ്മ്യൂട്ടേഷനുള്ള എക്സ്പെൻസ് അവർ പ്രൊവൈഡ് ചെയ്യും. അതായത് സാലറീൻ്റെ പുറമെ ആ ഒരു എമൗണ്ടും കൂടെ കൂടിയാണ് കൊടുക്കാറ്. അപ്പോൾ അവർക്കാണെങ്കിൽ വലിയ പ്രശ്നം ഉണ്ടാവില്ല. അല്ലാത്തവരാണെങ്കിൽ ഇപ്പം ടാക്സി ആണെങ്കിൽ നല്ല റേറ്റാണ് ജപ്പാനിൽ. അത് നമ്മളിപ്പോൾ ഓരോ റീലൊക്കെ കാണുമ്പോൾ ഓൾറെഡി കണ്ടിട്ടുണ്ടാവും. നല്ല റേറ്റാണ് ടാക്സി എന്ന് പറയുന്നത്. പിന്നെ പബ്ലിക് ട്രാൻസ്പോർട്ടേഷനെ ഡിപ്പെൻഡ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു സ്ഥലത്ത്, ഞാനിപ്പോൾ നിൽക്കുന്ന സ്ഥലത്ത്, അതായത് യൊനാഗോയിൽ നിന്ന് എവിടേക്കെങ്കിലൊക്കെ പോവുകയാണെങ്കിൽ ഒരു 130-140 Yen ഒക്കെയാണ് മിനിമം ചാർജായിട്ട് ബസ്സിൽ വരുന്നത്. അത് ഓരോ സ്ഥലത്തിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറാം. ഓക്കെ, പക്ഷേ എൻ്റെ കേസിൽ എനിക്ക് കമ്മ്യൂട്ടേഷൻ എക്സ്പെൻസ് വളരെയധികം കുറവാണ്, ഇങ്ങനെ എടുത്താവുന്നത് കാരണം. പിന്നെ നമ്മൾ വീക്കെൻഡ്സ് ഒക്കെ ആകുമ്പോൾ എന്തായാലും പുറത്തു പോകാറുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ, മിനിമം ചാർജിന്
അനുസരിച്ച് നമ്മൾ പോകുന്നതിൻ്റെ ഡിസ്റ്റൻസിനനുസരിച്ച് അത് മാറാറുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടേക്ക്. അതൊരു ഫിക്സഡ് ആയിട്ട് കമ്മ്യൂട്ടേഷൻ ഇത്ര പോകുന്നു എന്ന് എനിക്ക് പറയാൻ പറ്റില്ല. പിന്നെ ഇവിടെ ഒരു ട്രെൻഡ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഓൾറെഡി എൻ്റെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അതായത് ഇവിടെ മെയിൻലി എല്ലാവരും സൈക്കിൾ ഓടിക്കുന്നവരാണ്. അതായത് എല്ലാ വീട്ടിലും ഒരു സൈക്കിൾ ഉണ്ടാവും. അതായത് അവരുടെ അത്യാവശ്യം ചെറിയ ചെറിയ ഓട്ടങ്ങൾക്കൊക്കെ അവർ സൈക്കിളാണ് യൂസ് ചെയ്യുക. അപ്പോൾ ഇവിടെ ജപ്പാനിൽ പെട്ടെന്ന് ഒരാൾ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ മാക്സിമം ഒരു സൈക്കിൾ എടുക്കാൻ നോക്കുക. അത് നന്നായിട്ട് നമ്മളെ ഹെൽപ്പ് ആക്കും. ഓക്കെ, പിന്നെ ഇവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് സെക്കൻഡ് ഹാൻഡ് ഷോപ്പുകളുണ്ട്. അപ്പോൾ ഈ സെക്കൻഡ് ഹാൻഡ് ഷോപ്പിൽ നിന്നൊക്കെ നമുക്ക് നല്ലൊരു സൈക്കിൾ, അത്യാവശ്യം നല്ല സൈക്കിൾ തന്നെ ചെറിയ റേറ്റിൽ നമുക്ക് കിട്ടും. അപ്പോൾ ഒരു സൈക്കിൾ ഉണ്ടെങ്കിൽ നമുക്ക് കമ്മ്യൂട്ടേഷൻ എക്സ്പെൻസ് ഒരു പരിധി വരെ കുറക്കാം. പിന്നെ ഇപ്പം നമ്മൾ എവിടെയെങ്കിലുമൊക്കെ ട്രിപ്പ് പോവാണ്, അല്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ അങ്ങനെ കാണാൻ പോകുന്നതാണെങ്കിൽ നമ്മൾ മെയിൻലി ഒരുപാട് പാസ് ഉണ്ട്. അപ്പോൾ പാസ് എടുക്കുന്നതാണ് ഏറ്റവും നല്ലൊരു കാര്യം എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പം ടോക്കിയോ അങ്ങനെയുള്ള സിറ്റീസിൽ നമ്മളങ്ങനെ കുറച്ച് ദൂരെ താമസിക്കുന്ന, അതായത് കമ്പനീൻ്റെ ദൂരെയൊക്കെ താമസിക്കുന്നവരാണെങ്കിലും നമുക്ക് അങ്ങനെ കുറേ മന്ത്ലി പാസസ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതിനൊരു 20,000-30,000 യെന്നിൻ്റെ ഉള്ളിൽ നമുക്കൊരു മാസം ആ പാസ് കിട്ടും. അപ്പോൾ അങ്ങനെ എടുക്കുകയാണെങ്കിൽ അങ്ങനെ എടുക്കാം. അപ്പോൾ ഇതാണ് മെയിൻലി കമ്മ്യൂട്ടേഷൻ്റെ കാര്യത്തെ പറ്റിയിട്ട് ജപ്പാനിൽ പറയാനുള്ളത്. ടാക്സി എന്തായാലും നല്ല എക്സ്പെൻസീവ് ആണ്. ഓക്കെ, അതിനാരും അങ്ങനെ ഡിപ്പെൻഡ് ചെയ്യാറില്ല ഇവിടെ. അത്യാവശ്യം ഈ ഫോറിനേഴ്സൊക്കെ വരുമ്പോൾ മാത്രമാണ് ടാക്സിയിൽ പോകുന്നത്. അല്ലാണ്ട് ഇവിടെ താമസിക്കുന്നവരൊന്നും അധികം ടാക്സീനെ ഡിപ്പെൻഡ് ചെയ്യാറേ ഇല്ല. അത്ര എക്സ്പെൻസീവ് ആണ്. അടുത്തൊരു എക്സ്പെൻസ് ആയിട്ട് വരുന്നത് നമ്മുടെ ഇൻഷുറൻസ് ആണ്. ഇപ്പോൾ എൻ്റെ കേസിൽ എൻ്റെ കമ്പനിയാണ് എൻ്റെ ഇൻഷുറൻസ് പേ ചെയ്യുന്നത്. ഇവിടെ എൻ്റെ കമ്പനി എന്നല്ല, മിക്ക കമ്പനീസും ഇൻഷുറൻസ് അവരുടെ എംപ്ലോയീസിന് പേ ചെയ്യുന്നതാണ്. പക്ഷേ ഇനി സപ്പോസ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്തായാലും ഒരു ഇൻഷുറൻസ് എടുത്തേ പറ്റൂ. കാരണം ഇവിടെ ഹോസ്പിറ്റൽ എക്സ്പെൻസസ് എന്നൊക്കെ പറയുന്നത്, അതായത് ഇപ്പോൾ ഒരു പനി വന്നു കഴിഞ്ഞാൽ നമ്മൾ പേ ചെയ്യേണ്ട എമൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സ്വപ്നത്തിൽ പോലും കാണാത്ത അത്രയും വലിയൊരു എമൗണ്ട് ആയിരിക്കും പേ ചെയ്യേണ്ടി വരിക. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ ഇൻഷുറൻസ് ഉള്ള ഒരാളാണ് എന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ ഒരു 70% നമ്മുടെ എക്സ്പെൻസിന്റെ ഇൻഷുറൻസ് വഴിയും ബാക്കി 30%, 30% മാത്രം നമ്മൾ പേ ചെയ്താൽ മതി. ഓക്കെ, അതൊരു വലിയൊരു ആശ്വാസം തന്നെയാണ്. കാരണം ഇവിടെ അത്രയും എക്സ്പെൻസ് ആണ്. ഈ ഇൻഷുറൻസ് ഉണ്ടായിട്ട് പോലും നമ്മൾ ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ 30% എന്നുണ്ട് പറയുന്നുണ്ടല്ലോ, അതൊരു വലിയൊരു എമൗണ്ട് തന്നെയാണ്. ഇപ്പോൾ ഈയിടെ എൻ്റെ ഒരു സീനിയർ പനി വന്ന് പോയപ്പം ഏകദേശം 25,000-30,000 യെന്ന് വരെ ആ സീനിയറിന്റെ കയ്യിൽ നിന്ന് പോയി, അതായത് ഇൻഷുറൻസിന്റെ പുറമെ. അപ്പോൾ അത്രയും നല്ല എക്സ്പെൻസ് ആണ്. അതുകൊണ്ട് ഇതൊരു എക്സ്പെൻസ്, അത്യാവശ്യം നല്ലൊരു എക്സ്പെൻസ് ആയിട്ട് നമ്മൾ കണക്കാക്കുക ഇൻഷുറൻസ് എന്ന് പറയുന്നത്. ഇപ്പോൾ കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ. ഓക്കെ, പിന്നെ വേറൊരു കാര്യങ്ങൾ പറയുന്നത് നമ്മുടെ കുറച്ച് അതർ എക്സ്പെൻസസ് ആണ്. അതായത് ഇപ്പോൾ നമ്മളൊരു മാസം കുറച്ചധികം ഔട്ടിങ്ങിന് പോയി, അല്ലെങ്കിൽ കുറച്ച് ഫുഡ് പുറത്തുനിന്നൊക്കെ വാങ്ങി കഴിക്കുമ്പം, പിന്നെ അതുപോലെ തന്നെ ക്ലോത്തിങ്, ഇങ്ങനെയുള്ള എക്സ്പെൻസ് ഒക്കെ വേറെയും വരുന്നുണ്ട്. അതൊക്കെ പിന്നെ ഓരോ ഇൻഡിവിജ്വലിൻ്റെ സ്പെൻഡിങ്ങിനനുസരിച്ച് കൂടുകയും കുറയും ഒക്കെ ചെയ്യും. ഇപ്പം നമ്മളൊരു കാര്യം ആലോചിക്കുക, ഇവിടെ ഇപ്പം നമ്മുടെ ഒരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റിലോട്ടൊക്കെ പോകുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ നാട്ടിലൊരു 200-150 രൂപയ്ക്ക് നമുക്കൊരു ബിരിയാണി കിട്ടുമെങ്കിൽ ആ സെയിം സാധനത്തിന് നമ്മളിവിടെ ഇന്ത്യൻ റെസ്റ്റോറൻറ്റിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ 1,500 തന്നെയാണ്. അപ്പോൾ ഇന്ത്യൻ റെസ്റ്റോറൻ്റ് ഒക്കെ ഭയങ്കര എക്സ്പെൻസീവ് ആണ് ജപ്പാനിൽ. ഇനി അതല്ല, ജാപ്പനീസ് റെസ്റ്റോറൻറ്റ്സ് ഒക്കെ കമ്പാരിറ്റീവ്ലി എക്സ്പെൻസ് കുറവാണ്. പിന്നെ നമ്മൾ അതിനൊരു ഫിക്സ്ഡ് എമൗണ്ട് ഇത്ര പോകുമെന്ന് പറയാൻ പറ്റില്ല. അതിപ്പോൾ ഓരോ മാസം നമ്മൾ പോകുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും വേരി ചെയ്യും. എന്തായാലും ഒരു കാര്യം ആലോചിക്കുക, എന്തായാലും നാട്ടിലേക്കാളും ഒരു 2x അല്ലെങ്കിൽ ഒരു 3x കൂടുതൽ തന്നെയാണ് നമ്മുടെ ഈ അതർ എക്സ്പെൻസിൽ ഇപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിട്ടുള്ള കാര്യങ്ങളൊക്കെ. ഓക്കെ, അപ്പോൾ ഇതാണ് മെയിൻലി എക്സ്പെൻസും കാര്യങ്ങളൊക്കെ ആയിട്ട് വരുന്നത്. ഇനി എനിക്ക് പറയാനുള്ളത്, നാട്ടിൽ നിന്ന് ഇപ്പോൾ ഒരുപാട് പേർക്ക് ജപ്പാനിൽ ഓഫർ കിട്ടുന്നുണ്ട്. അപ്പോൾ മെയിൻലി അവർ ഓഫർ കിട്ടുമ്പോൾ പറയുന്ന എമൗണ്ട് ഒക്കെ കുറച്ച് കുറവാണ്. അതായത് നമ്മൾ കേൾക്കുമ്പം വലിയൊരു എമൗണ്ട് ആയി തോന്നുമെങ്കിലും ഇവിടുത്തെ എമൗണ്ട് നാട്ടിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ, എസ്പെഷ്യലി നമുക്കൊക്കെ സേവിങ്സ് ആവശ്യമാണ്, പിന്നെ നാട്ടിലോട്ട് അയക്കേണ്ട സാഹചര്യങ്ങളുണ്ടാവും. അപ്പോൾ അതും കൂടെ കണക്കാക്കിയിട്ട് വേണം ഇവിടുത്തെ ജോബ് ഓഫർ നമ്മൾ സ്വീകരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, എൻ്റെ ഒരു അഭിപ്രായത്തിൽ, അത് എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായമായിട്ട് ഞാൻ പറയുന്നതല്ല, പക്ഷേ ഇവിടെ ഒരു അത്യാവശ്യം സേവിങ്സ് ഒക്കെ വെച്ച് നാട്ടിലോട്ടൊക്കെ കുറച്ച് അയക്കേണ്ട ആളുകളാണ് എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരു കാര്യം ശ്രദ്ധിക്കുക. അതായത് ഇൻ ഹാൻഡ്, അതായത് നമ്മുടെ ടാക്സും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞിട്ട് ഇൻ ഹാൻഡ് നമുക്കൊരു 2.5 ലക്ഷം യെന്ന്, ഇനി ഏറ്റവും അങ്ങേയറ്റം ഒരു 2 ലക്ഷം യെന്ന് കിട്ടുന്ന ജോബായിരിക്കണം നമ്മൾ തുടക്കത്തിൽ ഇവിടെ സ്വീകരിക്കേണ്ടത്. പിന്നീട് നമ്മുടെ കഴിവിനനുസരിച്ചും നമ്മുടെ ലാംഗ്വേജ് സ്കിൽസിനനുസരിച്ചൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നമ്മുടെ സാലറി കൂടും. പക്ഷെ എന്നാലും തുടക്കത്തിൽ വരുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ ഈ
ടാക്സ് കഴിഞ്ഞ് ഒരു 2 ലക്ഷം എന്നെ കുറഞ്ഞത്, അതായത് 2.5 ലക്ഷം അല്ലെങ്കിൽ 2 ലക്ഷത്തിൻ്റെ ആ ഒരു ഉള്ളിൽ കിട്ടുന്ന ഒരു സാലറി ടാക്സ് കഴിഞ്ഞ് കിട്ടുന്നുണ്ടെന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം നമ്മളുടെ ഇവിടുത്തെ എക്സ്പെൻസും പിന്നെ അത്യാവശ്യം സേവിങ്സും നാട്ടിലോട്ട് കൺവേർട്ട് ചെയ്ത് അയക്കുന്നത്, കാരണം നാട്ടിലെ എമൗണ്ടും അതായത് നാട്ടിലെ പൈസൻ്റെയും ഇവിടുത്തെ പൈസൻ്റെയും ആ റേഞ്ച് എത്രയാണെന്നുള്ളത് നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ മനസ്സിലാവും. അപ്പോൾ അത് സെർച്ച് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നതുകൊണ്ട് തന്നെ പ്രത്യേകം ശ്രദ്ധിക്കുക ഈ ഒരു കാര്യം. ഇതാണ് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ. പിന്നെ പേഴ്സണൽ എന്നല്ല, നമുക്കത് അത്യാവശ്യം അത്ര വേണ്ടി വരും. ഓക്കെ, അപ്പോൾ അതാണ് ഈ ഒരു കാര്യത്തിൽ എനിക്ക് പറയാനുള്ളത്. പിന്നെ എനിക്കൊരു കാര്യം പറയാനുള്ളത് നമ്മുടെ ഗ്രോസറി ഐറ്റംസിൻ്റെ കാര്യങ്ങളാണ്. ഒരാൾ താമസിക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഞാൻ നിൽക്കുന്ന സ്ഥലത്ത് താമസിക്കുമ്പോൾ എനിക്ക് ഒരൊറ്റയ്ക്ക് ഒരാൾക്ക് വേണ്ടി താമസിക്കുമ്പോൾ ഒരാഴ്ചക്ക് ഏകദേശം ഒരു 3000-4000 യെന്നിൻ്റെ ഉള്ളിലാണ് എൻ്റെ ഗ്രോസറി ഷോപ്പിങ്ങിനുള്ള റേറ്റ് വരാറുള്ളത്. ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ അത്യാവശ്യം നല്ല രീതിയിൽ എക്സ്പെൻസീവ് ആണ്. അതുകൊണ്ട് തന്നെ ഞാൻ അത്യാവശ്യം കുക്ക് ചെയ്യുന്ന ആളാവുന്നത് കാരണം എനിക്ക് ഈ ഒരു റേഞ്ചിലാണ് 3000-4000 ആ ഒരു റേഞ്ചിലാണ് എനിക്ക് എൻ്റെ ഗ്രോസറി ഷോപ്പിങ്ങിൻ്റെ റേറ്റ് ഒരാഴ്ച വരാറുള്ളത്. അപ്പോൾ അതിനനുസരിച്ച് നമ്മളൊരു മാസത്തെ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഏകദേശം ഒരു ഇപ്പം 3x4 ചെയ്യുമ്പോൾ ഒരു 12,000 അല്ലെങ്കിൽ 50,000 ഉള്ളിൽ നമുക്ക് ആ റേറ്റ് എന്തായാലും നമുക്ക് ആ ഒരു റേറ്റ് വരും. പിന്നെ ഞാൻ ഈ വീഡിയോൻ്റെ എൻഡിൽ ഇനി നിങ്ങൾ കാണാൻ പോകുന്നത് ഞാൻ ലാസ്റ്റ് സൺഡേ ഷൂട്ട് ചെയ്തിട്ടുള്ള എൻ്റെ ഗ്രോസറി ഷോപ്പിംഗ് ആണ്. അപ്പോൾ നമുക്ക് അത്യാവശ്യം വേണ്ട വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ്, അതുപോലെ തന്നെ മീറ്റ്, അതിൻ്റെയൊക്കെ റേഞ്ച് എത്ര വരും എന്നുള്ളത് ഞാൻ ഈ വീഡിയോയിൽ ആഡ് ചെയ്യുന്നുണ്ട്. നിങ്ങളത് കാണുകയാണെങ്കിൽ കുറച്ചും കൂടെ ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം എമൗണ്ട് നിങ്ങളുടെ ഒരു ആഴ്ചത്തെ വീക്ക്ലി ഷോപ്പിങ്ങിന് ഗ്രോസറി ഐറ്റംസിൻ്റെ ഷോപ്പിങ്ങിന് ആവശ്യം വരും എന്നുള്ളത്. അപ്പോൾ ആ ഒരു വീഡിയോയിലോട്ട് നമുക്കിനി പോവാം. അപ്പോൾ ഇതൊക്കെയാണ് മെയിൻലി എൻ്റെ എക്സ്പെൻസസ് ആയിട്ട് വരിക, ഒരു മാസത്തെ ചിലവുകളെന്ന് വെച്ച് കഴിഞ്ഞാൽ. അപ്പോൾ ഒരു മാസം ഇത്ര ചിലവ് വരുന്നുണ്ടെന്ന് വിചാരിച്ച് നിങ്ങൾ ഒരിക്കലും ജപ്പാൻ ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ടുള്ളൊരു കൺട്രിയാണെന്ന് വിചാരിക്കരുത്. ഇവിടെ അത്യാവശ്യം നല്ല രീതിയിലുള്ള സാലറിയും നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ആ ഒരു രീതിയിൽ കാൽക്കുലേറ്റ് ചെയ്യുക. പിന്നെ ഇപ്പോൾ കുട്ടികളും ഫാമിലിയൊക്കെ ഉള്ള ആളുകളാണ് ഇവിടെ വരുന്നത് എന്നുണ്ടെങ്കിൽ, അവരിങ്ങോട്ട് കൊണ്ടുവരുന്നതാണ് എന്നുള്ളൊരു കേസാണെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കുക. എഡ്യൂക്കേഷൻ ഇവിടെ അത്യാവശ്യം നല്ല രീതിയിൽ എക്സ്പെൻസീവ് ആണ്. അപ്പോൾ അതിനുള്ളൊരു സാലറി പാക്കേജൊക്കെ ഉണ്ടെങ്കിൽ മാത്രം നിങ്ങളത് സ്വീകരിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് ആ വീഡിയോയിലോട്ട് പോവാം. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത്, നമ്മൾ ഇന്ത്യയായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എന്തായാലും ജപ്പാന് ഇത്തിരി എക്സ്പെൻസീവ് ആണ്. പക്ഷേ ബാക്കിയുള്ള കൺട്രീസ്, അതായത് ഇപ്പോൾ ബാക്കിയുള്ള ഒരുപാട് യൂറോപ്യൻ കൺട്രീസിലൊക്കെ ഇതിലേറെ എക്സ്പെൻസ് വരുന്നുണ്ട്. പക്ഷേ ഇവിടുത്തെ ലിവിങ് സ്റ്റൈലും അതുപോലെ തന്നെ ഇവിടുത്തെ ഫെസിലിറ്റീസും എല്ലാം വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഈ റേറ്റ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും കുറവാണ്. ഇവിടുത്തെ ലിവിങ് എക്സ്പെൻസ് എന്ന് പറയുന്നത് കുറവാണ് ബാക്കിയുള്ള കൺട്രീസിനെ കമ്പയർ ചെയ്യുമ്പോൾ. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്കിനി ഡയറക്റ്റ്ലി ആ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ നമ്മളിപ്പോൾ പോകാൻ പോകുന്നത് ഞാൻ എൻ്റെ വീക്ക്ലി പർച്ചേസ് നടത്തുന്ന ലാമു എന്ന് പറയുന്ന സൂപ്പർ മാർക്കറ്റിലാണ്. ഇവിടെ ഏറ്റവും ചീപ്പറും അതുപോലെ തന്നെ ഏറ്റവും ഫ്രഷ് ആയിട്ടുള്ള സാധനം കിട്ടുന്ന സ്ഥലം ഇതാണ്. ഒരുപാട് സൂപ്പർ മാർക്കറ്റ്സ് ഇവിടെ ഉണ്ട്, പക്ഷേ ഭയങ്കര റേറ്റ് ആണ്. പക്ഷേ ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം മാന്യമായിട്ടുള്ള രീതിയിലുള്ള ഒരു ഷോപ്പാണ്. ഇതൊരു ചെയിൻ ഷോപ്പാണ്. അപ്പോൾ ജപ്പാനിൽ പല സ്ഥലങ്ങളിലും നമുക്ക് ഈ ഒരു സൂപ്പർ മാർക്കറ്റ് കാണാൻ പറ്റും. അപ്പോൾ ലാമു എന്നാണ് ഇതിൻ്റെ പേര്. നമ്മളിപ്പോൾ അങ്ങോട്ടാണ് പോകാൻ പോകുന്നത്. ഇതാണ് ഞാൻ പറഞ്ഞ ലാമു. ഇപ്പോൾ ഞാൻ എൻ്റെ സൺഡേ പർച്ചേസിന് വേണ്ടി ഇറങ്ങിയതാണ്. ഇനി ഈ വീക്ക് ഞാൻ ഇറങ്ങില്ല കേട്ടോ. ഈ വീക്ക് ഈ ഒരു പർച്ചേസോട് കൂടി ഈ ആഴ്ചക്ക് വേണ്ടിയിട്ടുള്ള ഗ്രോസറി ഐറ്റംസ് ഒക്കെ ഞാൻ ഇപ്പോഴേ സ്റ്റോക്ക് ചെയ്യും. ഞാൻ ഓരോ ഐറ്റംസിൻ്റെ പ്രൈസ് ഷൂട്ട് ചെയ്യും കേട്ടോ. അപ്പോൾ നമുക്കത് മനസ്സിലാക്കാൻ പറ്റുമല്ലോ. ഓക്കെ, ഏറ്റവും മേജറായിട്ട് നമ്മൾ വാങ്ങുന്ന കുറച്ച് ഐറ്റംസിൻ്റെ റോബസ്റ്റ് ആണ് കേട്ടോ. ഇവിടെ നമ്മുടെ നാട്ടിൽ നേന്ത്രപ്പഴം കിട്ടില്ല, ഇവിടെ ഇങ്ങനെ റോബസ്റ്റ് ആണ് കിട്ടുക. ഇതിലകത്തൊരു 5 എണ്ണോ അല്ലെങ്കിൽ ഒരു 4 എണ്ണോ ആണ് മെയിൻലി എപ്പോഴും ഉണ്ടാവാറ്. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 170 എന്നാണ്. അതായത് ആദ്യത്തെ പ്രൈസ് കാണിക്കുന്നത് ടാക്സ് ഇൻക്ലൂഡഡ് ആവാത്ത റേറ്റും താഴെ കാണിക്കുന്നതാണ് ടാക്സ് ഇൻക്ലൂഡഡ് ആയിട്ടുള്ള റേറ്റ്. അപ്പോൾ 170 എന്നാണ്. ഓക്കെ, 170 എന്നാണ്. പിന്നെ ഇത് ഓറഞ്ചാണ് കേട്ടോ. ഓറഞ്ചിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് ഇതാ, ഇത്രയും ഓറഞ്ച് ഉണ്ടാവും. ഇതിന് 598 എന്നാണ് ടാക്സ് ഇൻക്ലൂഡഡ് ആയിട്ട്. ഈ കാണുന്നതൊക്കെ ഡിഫറെൻറ്റ് വെറൈറ്റീസ് ഓഫ് മഷ്റൂംസ് ആണ്. ഇതിൻ്റെ റേറ്റ് ഈ കാണുന്നതാണ് കേട്ടോ. ഈ താഴെ കാണുന്നതാണ് അതിൻ്റെ ഒറിജിനൽ ടാക്സ് ഇൻക്ലൂഡഡ് ആയിട്ടുള്ള റേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഒരുപാട് വെറൈറ്റി ഉണ്ട്. ഞാൻ ഇതുവരെ ഈ ടൈപ്പ് സാധനങ്ങളൊന്നും ട്രൈ ചെയ്തിട്ടില്ല ഇവിടുത്തെ. കണ്ടോ, ഒരുപാട് സാധനങ്ങളുണ്ട്, ഒരുപാട് വെറൈറ്റി കൂനുകളുണ്ട്. എല്ലാത്തിനും ഒരു 200 യെന്നിൻ്റെ താഴെ നമുക്ക് കിട്ടും. ഓക്കെ, പക്ഷേ ഈ 200 യെന്നിന് കിട്ടുന്ന ക്വാണ്ടിറ്റി നമ്മുടെ നാട്ടിൽ വെച്ച് കമ്പയർ ചെയ്യരുത്, വളരെ വളരെ കുറവായിരിക്കും. ഓക്കെ, ഈ അങ്ങേയറ്റം ഫ്രൂട്ട് സെക്ഷനാണ്. ഇവിടെ കണ്ടോ, ആപ്പിളിന് 599 ആണ്. ഓക്കെ,
ഇതാണ് റേറ്റ് എന്ന് പറയുന്നത്. ആകെ ആപ്പിളിൻ്റെ ഉള്ളിൽ ആകെ 4 പീസേ ഉണ്ടാവുള്ളൂ. അതിനാണ് 599. ഇവിടെ മിക്കവാറും ഫ്രൂട്ട്സിനും വെജിറ്റബിൾസിനും നല്ല റേറ്റ് ആണ് ഇവിടെ. പക്ഷെ ഉള്ള സ്ഥലങ്ങളിൽ വെച്ച് ഏറ്റവും കുറവുള്ളത് ഈ ലാമോ എന്ന് പറയുന്ന ഈ സ്ഥലത്താണ്. പിന്നെ ഫ്രഷ് സാധനങ്ങളുമാണ്. കണ്ടോ, സ്ട്രോബെറിക്കൊക്കെ ഇങ്ങനെ ഒരു പാക്കിന് 598, അതായത് 600 യെന്നിൻ്റെ അടുത്ത് വരുന്നുണ്ട്. ഓക്കെ, നമ്മുടെ നാട്ടിൽ 300 രൂപയൊക്കെ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് കിട്ടും. പക്ഷെ ഇവിടെ 300 രൂപ അവിടുത്തെ ആയിട്ട് കൺവേർട്ട് ചെയ്ത് നോക്കുകയാണെങ്കിൽ കുറച്ചേ കിട്ടുള്ളൂ. എണ്ണത്തിനൊക്കെയാണ് ഇവിടെ പ്രൈസ് വരുന്നത്. പിന്നെ ഓരോ എണ്ണായിട്ട് കിട്ടും. ഇപ്പോൾ ഒരു കിവി വേണമെങ്കിൽ നമുക്ക് ഒരൊറ്റ കിവി ആയിട്ട് കിട്ടും. പക്ഷെ അതിന്റെ റേറ്റ് എന്ന് പറയുന്നത് ഒരെണ്ണത്തിന് 105 രൂപയാണ്. കണ്ടോ, അപ്പോൾ ഇങ്ങനെ വാങ്ങുന്നത് നഷ്ടമാണ് നമുക്ക് ഓരോരോ പീസ്. പക്ഷെ അത് ആവശ്യമുള്ളവർക്ക് അങ്ങനെയും കിട്ടും. ഓക്കെ, പിന്നെ ഓരോ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഓറഞ്ച് ഒക്കെ ഇവിടെ ഉണ്ട്. അതിൻ്റെ റേറ്റ് ഒക്കെയാണ് ഈ കാണുന്നത്. പിന്നെ ഇത് പൈനാപ്പിളാണ്. പൈനാപ്പിളിന് കമ്പാരിറ്റീവ്ലി വില കുറച്ച് കുറവാണ്. ഇങ്ങനെ ചെറുതാണ് ആക്ച്വലി, എൻ്റെ കയ്യിൻ്റെ സൈസേ ഉള്ളൂ. അതിന് 208 വരുന്നത് കേട്ടോ. ലെമണാണ് കേട്ടോ. ഇവിടെ ഇങ്ങനത്തെ ഈ വലിയ ഈ സൈസുള്ള ഈ ലെമണേ കിട്ടുള്ളൂ. നമ്മുടെ നാട്ടിലത്തെ ലെമൺ കിട്ടില്ല. ഓക്കെ, ഇതിന് 398. പിന്നെ ഇത് അവക്കാഡോ, ഇതിന് വരുന്നത് 128 കേട്ടോ. ഓക്കെ, ഇത് ഒരെണ്ണത്തിൻ്റെ പ്രൈസാണ്, ഒരൊറ്റ ഒരെണ്ണത്തിൻ്റെയാണ്. ഓക്കെ, 128 yen. 4 എണ്ണത്തിൻ്റെ സെറ്റിന് 429. ഈ 4 എണ്ണേ ഉണ്ടാവുള്ളൂ, പക്ഷെ 429 yen. ഓക്കെ, ഇവിടെ വില കുറയണ പോലെ നിങ്ങൾക്ക് തോന്നുമെങ്കിൽ, പക്ഷെ അത് ഈ എണ്ണത്തിനാണ് കേട്ടോ. 2ഉം 3ഉം സാധനത്തിനാണ് ഇത്രയും റേറ്റ് വരുന്നത്. പിന്നെ ഇത് വെളുത്തുള്ളി ഇതാ ഒരു ഇത്രയ്ക്ക് ഒരു 5-6 പീസേ ഉണ്ടാവുള്ളൂ. അതിന് 298 yen കേട്ടോ. ഈ 2 വെളുത്തുള്ളിക്ക് 88 yen. ഇനി ഒരു വെളുത്തുള്ളി ഇവിടെ തീർന്നിരിക്കുകയാണ്, അത് 91 yen കേട്ടോ. പിന്നെ അങ്ങനെ കുറേ ചീര ഐറ്റംസ് ഉണ്ട്, അതിൻ്റെ റേറ്റ് ഇതൊക്കെയാണ്. പിന്നെ ഇത് തക്കാളിയാണ്. തക്കാളി ഇതാ ഈ 2 എണ്ണത്തിനൊക്കെ 275, 278, പിന്നെ 393 3 എണ്ണത്തിന്. ഇങ്ങനെയൊക്കെയാണ് തക്കാളിയുടെ റേറ്റ് വരുന്നത്. എണ്ണത്തിനാണ് കേട്ടോ പൈസ. കണ്ടോ, ഈ 2 എണ്ണത്തിനൊക്കെ 324 yen, 287 yen, 288 yen. ഇതൊക്കെയാണ് തക്കാളിൻ്റെ പ്രൈസ്. കുക്കുംബറാണ് കേട്ടോ, 198. ഇങ്ങനെ 3 എണ്ണമുള്ള പീസിന് 198. ഇങ്ങനെ ഒരു 4 എണ്ണം വരുന്ന പൊട്ടാറ്റോ ആണ്. ഇതിൽ 178 yen കേട്ടോ. ഇത് വലിയ ഉള്ളിയാണ്, സവാള. അതിന് 348. ഈ 348ൻ്റെ ഇതിൽ ഇങ്ങനെ ഒരു 5-6 സവാള ഉണ്ടാവും. ഇവിടെ ഈ ഒരു വൈറ്റ് കളറുള്ള പോലത്തെ ഒണിയനാണ് ഞാൻ കണ്ടിട്ടുള്ളത്. നമ്മുടെ നാട്ടിൽ ആ റെഡ് കളർ ഇവിടെ കിട്ടാറില്ല. പിന്നെ ഇങ്ങനെ കുറേ കാണാത്ത നീരാളി ടൈപ്പ് സാധനങ്ങളൊക്കെ ഉണ്ട്. അതിനൊക്കെ ഈ റേറ്റാണ് വരുന്നത്. പിന്നെ ഇത് വലിയ ടൈപ്പ് സ്ക്വിഡാണ്. സാധാരണ രീതിയിൽ ഇവിടെ ചെറുതാണ് കാണാറ്, ഇന്നിപ്പം വലുതാണുള്ളത്. ഇതിനൊക്കെ ഈ ഒരു റേറ്റാണ് വരിക. ഓക്കെ, പിന്നെ ഇങ്ങനെ ഒരു അയില ടൈപ്പ് മീനിന് ഇങ്ങനെയൊക്കെയാണ് വരുന്നത്. അത് ഓരോ 2 എണ്ണത്തിനൊക്കെയാണ് കേട്ടോ, 2, 1 അങ്ങനെയൊക്കെയാണ്. മീനിനൊക്കെ പൊതുവെ ഈ ഒരു റേറ്റാണ് വരുന്നത്. ഇവിടെ മീൻ കുറച്ച് വില കുറവാണെന്നാണ് എനിക്ക് തോന്നുന്നത് ബാക്കിയുള്ള സ്ഥലങ്ങളെ കമ്പയർ ചെയ്യുമ്പം. കാരണം ഇവിടെ കുറേ കടലും കാര്യങ്ങളൊക്കെ ഉള്ള കാരണം. ആണെങ്കിൽ ഇങ്ങനെ ഈ കുറച്ച് സാധനങ്ങൾക്കാണ് ഈ ടാക്സ് അടക്കം 545, 556 വരുന്നത്. ഇത് കണ്ടോ, 842 yen. പിന്നെ ഇവിടെ കാണാൻ അറിയാത്ത നമ്മുടെ ടീയും കോഫി ഐറ്റംസ് ഒക്കെ ഉള്ളതാണ്. നമ്മുടെ നാട്ടിൽ ടീ ഒരിക്കലും ഇവിടെ കിട്ടാറില്ല കേട്ടോ. ഇവിടെ കോഫി പിന്നെ വേറെ ഇവരുടെ ഒരു ടൈപ്പ് ടീ ഒക്കെയാണ് കിട്ടാറ്. അതിൻ്റെയൊക്കെ റേറ്റ് ഏകദേശം ഇങ്ങനെയാണ് വരുന്നത്. ഓക്കെ, പിന്നെ ഇവിടെ തന്നെയാണ് അവിടെ പഞ്ചസാര ഒക്കെ ഉള്ളത്. പഞ്ചസാരക്ക് ഇതാ ഇങ്ങനത്തെ ഒരു പാക്കറ്റിന് 276 yen. ഓക്കെ, ഐ മീൻ 290. പിന്നെ നമുക്ക് ചിക്കൻ്റെ തൈസ്, ചെസ്റ്റ്, അതുപോലെ തന്നെ ലെഗ് ഒക്കെ സെപ്പറേറ്റ് ആയിട്ട് കിട്ടും കേട്ടോ. ഓരോന്നിനും പല റേറ്റാണുള്ളത്. ഇവിടെ എല്ലാ ടൈപ്പ് മീറ്റും കിട്ടും. ഞാനിപ്പോൾ ചിക്കൻ്റെ റേറ്റാണ് ഇവിടെ കാണിക്കുന്നത്. കണ്ടോ, ഇവിടെ ഇതാ ഇങ്ങനെ ചെറിയ ലെഗുകളാണ്, എൻ്റെ ഈ വിരലിൻ്റെ സൈസേ ഉള്ളൂ. ഇങ്ങനെയുള്ള ഇതിന് 659 yen. ഓക്കെ, അതന്നെ ഡിഫറെൻറ്റ് 636 ആ ഒരു വേരിയേഷനിൽ കിട്ടും. പിന്നെ ഇങ്ങനെയുള്ള പീസ് 635 ഇങ്ങനെ ഈ 2 എണ്ണേ ഉണ്ടാവുള്ളൂ. ഓക്കെ, ചെറിയ ഇതാണ്. പിന്നെ ഇതാ
ഇങ്ങനെയുള്ള കുറച്ച് സൈസ് കൂടിയതിന് 717. അപ്പോൾ ഇതൊക്കെയാണ് മെയിൻലി ചിക്കൻ്റെ റേറ്റ് വരുന്നത്. ഇങ്ങനെയാണ് കിട്ടാറ് ഇവിടെ. പാലിൻ്റെ സെക്ഷനാണ്. ഇവിടെ നമുക്ക് ഫാറ്റ് ഉള്ളതും ഫാറ്റ് ഇല്ലാത്തതുമായിട്ടുള്ള പാലുണ്ടാവും. ഫാറ്റ് ഉള്ളതിന് 189 ഇങ്ങനെ ഒരു ബോട്ടിലിന്. ഓക്കെ, ഫാറ്റ് ഇല്ലാത്തതാണെങ്കിൽ വരുന്നത് 105 ആണ്. ഓക്കെ, ഇതാ 105. മുട്ടൻ്റെ ഏരിയയാണ് 228 ആണ്. ഇങ്ങനൊരു ട്രേക്ക്, ഈ ട്രേൻ്റെ അകത്ത് 10 ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഇതാണ് മുട്ടൻ്റെ റേറ്റ്. ഒരു വീക്കിലെ ഷോപ്പിംഗ് ഇവിടെ തീരെയാണ്. ഞാൻ ഈ വീഡിയോയിൽ ഏറ്റവും ബേസിക് ആയിട്ടുള്ള സാധനങ്ങൾ മാത്രമാണ് ഇൻക്ലൂഡഡ് ആക്കിയിട്ടുള്ളത്. ഏറ്റവും അത്യാവശ്യം നമുക്ക് വേണ്ടത്, ഞാൻ വേറെ ബിസ്ക്കറ്റ്, ചോക്ലേറ്റ്സ് കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ബേസിക് ആയിട്ടുള്ള സാധനങ്ങളുടെ ചിലവ് എന്താ വരിക എന്നുള്ളത്. അപ്പോൾ ഇതൊക്കെ കാണുമ്പോഴും ഇതൊക്കെ കാൽക്കുലേറ്റ് ചെയ്യുമ്പോഴും നിങ്ങൾക്ക് നിങ്ങളുടെ സാലറി കിട്ടുമ്പോൾ എത്ര എമൗണ്ട് ഒരു വീക്ക് ഇവിടെ പോവും എന്നുള്ളത് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ വെച്ചിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഞാനിതിൽ വേറെ ഒന്നും എക്സ്ട്രാ ആഡ് ചെയ്തിട്ടില്ല. ഒരുപാട് സാധനങ്ങളുണ്ട്, ഇത് ഒരുപാട് വലിയ സൂപ്പർ മാർക്കറ്റാണ്. പക്ഷേ അതൊന്നും ആഡ് ചെയ്യാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ വെറുതെ അത് കാണിച്ച് സമയം കളയേണ്ട കാര്യമില്ല. ഏറ്റവും ബേസിക് ആയിട്ട് ഒരാൾ വന്നു കഴിഞ്ഞാൽ ആവശ്യമുള്ള സാധനങ്ങൾ മാത്രമേ ഞാൻ കാണിച്ചിട്ടുള്ളൂ. വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ്, മിൽക്ക്, മുട്ട, പിന്നെ മീറ്റ്, അങ്ങനത്തെ സാധനങ്ങൾ മാത്രം. ഓക്കെ, അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഹെൽപ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ബൈ.